Hi all, welcome to Dots Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGL 2022 Tier 2 Polity questions ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? Which of the following launched NEET 3.0 to provide best developed EdTech solutions in January 2022? അപ്പോൾ ബെസ്റ്റ് ഡെവലപ്ഡ് EdTech സൊല്യൂഷൻസ് ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ 4 മിനിസ്ട്രിയിൽ നിന്ന് ഏത് മിനിസ്ട്രിയാണ് ഈ നീറ്റ് 3.0 ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു ക്ലൂ നമുക്കുണ്ട്, ഇത് EdTech സൊല്യൂഷൻ ആണെന്നുള്ളത്. സോ EdTech ഇസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ വരുമ്പോൾ നമുക്ക് സാധ്യത കൂടുതൽ ഏതാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നീറ്റ് 3.0 എന്ന് പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അതനുസരിച്ച് ഗ്ലോബൽ EdTech കമ്പനീസും അതേപോലെ തന്നെ ഇന്ത്യൻ EdTech കമ്പനീസും കൂടി ചേർന്ന് കുറേ ഫ്രീ കോഴ്സസ് കൊടുക്കുന്നതാണ് ഈ നീറ്റ് 3.0 എന്ന് പറയുന്ന പ്രോഗ്രാം. ഈ ശരിക്കും നീറ്റ് എന്ന് പറയുന്നത് ഒരു അബ്രിവിയേഷൻ ആണ്, നാഷണൽ എഡ്യൂക്കേഷണൽ അലയൻസ് ഫോർ ടെക്നോളജി. ഇതാണ് നീറ്റ് എന്ന് പറയുന്നത്, നാഷണൽ എഡ്യൂക്കേഷണൽ അലയൻസ് ഫോർ ടെക്നോളജി. അതാണ് നീറ്റ് ആവുന്നത്. അതേപോലെ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരാണ് എന്ന് ചോദ്യം വരാം. സോ അത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത്? The Supreme Court of India rejected the plea of Dash to quash the summons issued by the Delhi Legislative Assembly's Committee on Peace and Harmony for enquiry related to the Delhi riots in February 2020. So, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിജക്റ്റഡ് ദ പ്ലീ ഓഫ് ഡാഷ്. ഏതോ ഒരു കമ്പനിയുടെ പ്ലീ, ഏതോ ഒരു സോഷ്യൽ മീഡിയയുടെ പ്ലീ, റിക്വസ്റ്റ് ആരാണ് റിജക്റ്റ് ചെയ്തത്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിജക്റ്റ് ചെയ്തു. എന്തായിരുന്നു അവരുടെ ആവശ്യം? എന്തായിരുന്നു? ടു ക്വാഷ് ദ സമൻസ്. ആരാണ് ഈ സമൻസ് ഇഷ്യൂ ചെയ്തത്? സമൻസ് ഇഷ്യൂ ചെയ്തത് ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കമ്മിറ്റി ഓൺ പീസ് ആൻഡ് ഹാർമണി. അവർ ഒരു സമൻസ് ഇഷ്യൂ ചെയ്തിരുന്നു. അവരെ സമൻസ് ഇഷ്യൂ ചെയ്തത് ഫോർ എൻക്വയറി റിലേറ്റഡ് ടു ഡൽഹി റൈറ്റ്സ്. ഡൽഹി റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി 2020 നടന്ന ഡൽഹി റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിലാണ് അവർക്ക് വേണ്ടി സമൻസ് ഇഷ്യൂ ചെയ്തത്. ആ സമൻസ് അങ്ങനെ വിളിച്ചു ചേർത്തത്, അങ്ങനെ സമൻ ചെയ്തത് ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയ സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, ഏതാണ് ആ സോഷ്യൽ മീഡിയ എന്നാണ്. ആൻസർ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് ആൻഡ് ട്വിറ്റർ. അപ്പോൾ സ്നാപ്ചാറ്റ് ആവാൻ സാധ്യത കുറവാണ്, ഇല്ല. കുറച്ചും കൂടി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളത് എവിടെ വരാനാണ് സാധ്യത? ഇൻസ്റ്റഗ്രാം ആവാനും സാധ്യത കുറവാണ്. അപ്പോൾ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ഫേസ്ബുക്ക് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഫേസ്ബുക്കാണ് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തത്. ദാറ്റ് ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കുന്ന ഒരാൾ, ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റുന്നത്. കാരണം നമ്മളിത് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമല്ല, നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഇൻ SSCക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂസ് പേപ്പർ റീഡിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ലെറ്റ് ബി Tier 1 അല്ലെങ്കിൽ Tier 2 രണ്ടായാലും നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് പോകുന്നത്, അത് ഓവറോൾ നമ്മളെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര അതങ്ങ് പരിഭ്രമിക്കില്ല. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Which of the following statements is or are correct regarding Government of India's new integrated food security scheme? എന്തൊക്കെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? The new integrated food security scheme has been started from 1st January 2023. അപ്പോൾ ഡേറ്റ് നോക്കുക, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1st January 2023 തുടങ്ങി എന്നാണ് പറയുന്നത്. എന്താണ് സ്കീമിൻ്റെ പേര്? ന്യൂ ഇൻറ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി സ്കീം. എന്തൊക്കെ ചേർന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി സ്കീം. പല സ്കീംസും കൂടി ചേർന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു പുതിയ സ്കീം കൊണ്ടുവന്നു. ലോഞ്ച് ചെയ്ത ഡേറ്റ് അവർ പറയുന്നത് 1st January 2023 ആണ്.
And the government of India targeted to supply food grains to more than 80 crores beneficiaries under the National Food Security Act. So 80 crores beneficiaries ആണ് ഇതുകൊണ്ട് വരാൻ പോകുന്നത്, ഈ പുതിയ സ്കീം പ്രകാരം വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി എന്താ പറയുന്നത്, ഫസ്റ്റ് ടൈം ദിസ് ഫുഡ് ഗ്രെയിൻസ് സപ്ലൈ പ്രോഗ്രാം വാസ് ബ്രോട്ട് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ സാധനം, ഇത് റിഗാർഡിങ് ഏതിനെ കുറിച്ചാണ് പറയുന്നത്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി സ്കീമിൻ്റെ ആദ്യത്തെ കോൺസെപ്റ്റ് ശരിയാണ്. അതായത് 1 ജാനുവരി 2023 അത് ലോഞ്ച് ചെയ്തത്. അത് ലോഞ്ച് ചെയ്യുമ്പം അതിനൊരു വേറൊരു പേരും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഗരീബ് കല്യാൺ അന്ന യോജന. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന PMGKAY ഇങ്ങനെയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചതും ലോഞ്ച് ചെയ്തിരിക്കുന്നതും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്നുള്ളതും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്, 80 ക്രോസ് ബെനിഫിഷ്യറീസിനെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ പ്രശ്നം, ദ ഫുഡ് ഗ്രെയിൻ സപ്ലൈ ആദ്യമായിട്ട് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ. നമ്മൾ ആ സെന്റൻസ് കേൾക്കുമ്പോൾ തോന്നും ആ ശരിയാണല്ലോ അല്ലേ, കാരണം സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ കേൾക്കുമ്പോൾ എല്ലാം ശരിയാന്ന് തോന്നും, പക്ഷെ തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മുടെ ആൻസർ വരുന്നത് നമ്മുടെ എ ആൻഡ് ബി ഓൺലി ആണ്. കാരണം ഇപ്പോഴും അത് മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കയ്യിൽ തന്നെയാണ് അത് കിടക്കുന്നത്, അത് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കയ്യിൽ പോയിട്ടില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് എ ആൻഡ് ബി ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യത്തിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം, കുറച്ച് ഇൻറ്റൻസീവായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി സമയവും പോക്കാണ്. കാരണം ഓരോ പോയിന്റും ഇതിനകത്ത് കിടക്കുന്ന ഓരോ പോയിന്റും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ശരിയാണോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. എന്താണ് നാലാമത്തെ ചോദ്യം? With the 2022 amendments to the Indian Constitution, which of the following communities have been granted the scheduled tribes status by the government of India? ചോദ്യം എന്താണ്, ഏതൊക്കെ കമ്മ്യൂണിറ്റിക്കാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് സ്റ്റേറ്റസ് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? അമെൻമെന്റ്സ് ഏതാണ്? 2022 അമെൻമെന്റോടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റേറ്റസ് ആർക്കോ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് എന്താണ് വരുന്നത്? നരിക്കൊരവൻ കമ്മ്യൂണിറ്റി, then ഹാട്ടി കമ്മ്യൂണിറ്റി, then കാടു കുറുബ കമ്മ്യൂണിറ്റി, കാപ്പു കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിലേതാണ് ആൻസർ വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഈ നരിക്കൊരവൻ കമ്മ്യൂണിറ്റി മാത്രമല്ല, നരിക്കൊരവൻ ആൻഡ് കുരുവിക്കാരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയും കൂടിയുണ്ട്. കുരുവിക്കാരൻ, ഇവർ രണ്ടു പേർക്കും, ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ സ്റ്റേറ്റസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പ്രൊവൈഡ് ചെയ്തതാണ്. ഇത് ട്രൈബൽ സ്റ്റേറ്റസ് കിട്ടുന്നത് ഓരോ സ്റ്റേറ്റ് വൈസ് ആണ്. സോ തമിഴ്നാടുവിലാണ് ഈ പറയുന്ന നരിക്കൊരവൻ അതേപോലെ തന്നെ കുരുവിക്കാരൻ എന്ന് പറയുന്ന രണ്ട് ട്രൈബ്സിനും തമിഴ്നാടു സ്റ്റേറ്റിലാണ് ഈ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റേറ്റസ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തത് എന്താ പറയുന്നത്? ഹാട്ടി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റേറ്റസ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് കാടു കുറുബ കമ്മ്യൂണിറ്റി. കാടു കുറുബ എന്ന് പറയുന്നത് കർണാടകയിലാണ് അവർക്ക് റീസെൻ്റ്ലി ഈ പറയുന്ന ട്രൈബൽ സ്റ്റേറ്റസ് കൊടുത്തിരിക്കുന്നത്. കാപ്പു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്, അത് ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് എയും ബിയും സിയും അടങ്ങുന്നതാണ്. സോ എയും ബിയും സിയും വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ബിൽ 2022? ഇപ്പോൾ 2022 ഒരു ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബില്ലല്ലേ എന്നാൽ ഇതിപ്പോൾ ആക്റ്റായി. കാരണം ഓഗസ്റ്റിൽ അത് പ്രസിഡന്റ് സൈൻ ചെയ്ത് അത് 2023 ഒരു ആക്റ്റായി. അതുകൊണ്ട് തന്നെ നമ്മളത് എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പം നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം, ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The Lok Sabha referred to this bill to the Joint Committee of Parliament comprising 21 members from the lower house and 10 from the upper house. രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? This bill also proposed to establish a cooperative election authority to bring electoral reform. And option C, the bill also has a section 63A that relates to establishment of the cooperative rehabilitation, reconstruction and development fund for revival of sick multi-state cooperative societies. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ കാരണം നമ്മൾ സാധാരണയായിട്ട് ബില്ലുകളൊന്നും അങ്ങനെ പഠിക്കാറില്ല. ഇനി പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ജനറലി ഒന്ന് ഓടിച്ചു നോക്കുക എന്നല്ലാതെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ബില്ല് നമ്മൾ പഠിക്കാറില്ല.
പക്ഷേ Tier 2ൻ്റെ ക്വസ്റ്റ്യനിൽ ബില്ല് പഠിക്കണം, അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ നന്നായി വായിക്കണം, അതും ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്ഷൻസിലേക്ക് പോകാം. കാരണം ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചത് കൊണ്ട് പ്രയോജനമുള്ളൂ. ഒന്നും അറിയില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക, കാരണം ഇതൊന്നും സമയം പോക്കാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രം ഇത് വായിക്കുക. അപ്പോൾ ആദ്യത്തെ നോക്കാം. ദ ലോക്സഭ റെഫേർഡ് ദിസ് ബിൽ to the Joint Committee of Parliament comprising 21 members from the lower house and the upper house. ഈ ബില്ല് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇതിൽ ലോക്സഭ ബില്ല് റെഫർ ചെയ്തു ടു ദ ജോയിന്റ് കമ്മിറ്റി എന്നുള്ളത് ഓക്കെയാണ്. ഇപ്പോൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ആഡ്ഹോക് കമ്മിറ്റിയാണ്, താൽക്കാലിക ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഇതിന്റെ മെമ്പേഴ്സ് വരെ എത്രയാണെന്നുള്ളത് അപ്പോഴാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഏത് ബില്ലിനനുസരിച്ചാണ് ആ മെമ്പേഴ്സ് എത്രയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയോ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയോ പോലെ ഇത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റെഫർ ചെയ്തോ എന്നുള്ളത് നമ്മൾ അറിയണം. പോയിന്റ് 1 സ്റ്റേറ്റ്മെന്റ് 1-ലെ പ്രശ്നം നമ്മൾ റെഫർ ചെയ്തോ എന്നറിയണം. രണ്ടാമത് ആ ജോയിന്റ് കമ്മിറ്റിയിലെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഇതൊന്നും അറിയില്ല എങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടാണ് ആൻസർ ചെയ്യാനായിട്ട്. ഒരു അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ലോവർ ഹൗസ് ആൻഡ് 10 മെമ്പേഴ്സ്, ഈ നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയണം. 21 തന്നെയാണോ ലോവർ ഹൗസ് ഒന്നും 10 മെമ്പേഴ്സ് ഫ്രം ദി അപ്പർ ഹൗസ് ആണോ എന്നുള്ളതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അറിയെങ്കിൽ മാത്രമേ നമ്മളിത് അങ്ങോട്ട് വായിക്കേണ്ട ആവശ്യം പോലും വരുന്നുള്ളൂ. രണ്ടാമത്തത് എന്താണ്? ഇൻഫാക്ട് ദിസ് ഇസ് റൈറ്റ്, ഇത് ശരിയാണ്. ദിസ് ബിൽ ഓൾസോ പ്രപ്പോസസ് ടു എസ്റ്റാബ്ലിഷ് എ കോഓപ്പറേറ്റീവ് ഇലക്ഷൻ അതോറിറ്റി ടു ബ്രിങ് ഇലക്ട്രൽ റിഫോംസ് കൊണ്ടുവരാനായിട്ട് ഒരു പുതിയ കോഓപ്പറേറ്റീവ് ഇലക്ഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതും കറക്റ്റാണ്. ഇതും നമുക്ക് ആ ബില്ല് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ പത്രത്തിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ മുഴുവൻ നമ്മൾ വായിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രം വായിച്ച് ഹെഡ്ലൈൻ മാത്രം വായിച്ച് പോകുന്ന ഒരാൾക്ക് ഇത് ഉത്തരം എഴുതാൻ പറ്റില്ല. ഇലക്ഷൻ റിഫോംസ് കൊണ്ടുവരാനാണ്. അടുത്തത്, ദ ബിൽ ഓൾസോ ഹാസ് എ സെക്ഷൻ 63A. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അത് 63A ആണോ 63B ആണോ, ഇനി 63 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, 63A പറഞ്ഞിരിക്കുന്നതും ഇവിടെ പറഞ്ഞിരിക്കുന്നതും സാധനം ഒന്നാണ് എന്നുള്ളതും നമ്മൾ അറിയണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 63A അറിഞ്ഞാൽ മാത്രം പോരാ. 63Aയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഉണ്ടോ എന്ന് അറിയണം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി കോഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് ഫോർ റിവൈവൽ ഓഫ് സിക്ക്, ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. സിക്ക് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അല്ല വെച്ചാൽ നമ്മളിത് സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇൻഫാക്ട് ഇത് 3 ശരിയാണ്. ഇത് 3ഉം കറക്റ്റാണ്. ആൻസർ വരുന്നത് A, B ആൻഡ് C, അതായത് ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ ഇത് ആക്ട് ആയതുകൊണ്ട് തന്നെ ഇതെന്തായാലും പഠിച്ച് വെച്ചേക്കുക. ഒന്നും കൂടി ഒന്ന് നോക്കി പോവുക. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയാലോ. വെൻ വാസ് ദി നൺ ഓഫ് ദി അബവ് ബാലറ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ? സോ നോട്ട ഓപ്ഷൻ എപ്പോഴാണ് ഇംപ്ലിമെന്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് 2015, 2004, 2013 ആൻഡ് 2010. നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? 2013 ആണ്. അത് ഓർത്ത് വയ്ക്കുക. നോട്ട ഓപ്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 2013 പലവട്ടം ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇൻ ഇന്ത്യ ഹു അപ്പോയിന്റ്സ് ദി അഡ്വക്കേറ്റ് ജനറൽ ഓഫ് എ സ്റ്റേറ്റ്? അഡ്വക്കേറ്റ് ജനറലിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം വരുന്നത്. സോ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻസ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരണം. ഗവർണർ ഓഫ് ദി സ്റ്റേറ്റും പിന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റും. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ടിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് ഇസ് അപ്പോയിന്റഡ് ബൈ ആരാണ്? ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതാത് സ്റ്റേറ്റിന്റെ ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. 8ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വീണ്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് അത്യാവശ്യം സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. So, which of the following statements are correct regarding the Supreme Court judgment on validity of the 103rd Constitutional Amendment Act? ഇത് നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സ്ഥിരം ചോദിക്കുന്നതല്ല. അധികം നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഫോർ ദിസ് കേസ് കൺസിസ്റ്റഡ് ഓഫ് 5 judges. നമ്മൾ വേറെ എന്തെല്ലാം കാര്യം പഠിച്ചിട്ട് പോകുന്നുണ്ട്. അവർ ചോദിക്കുന്നത് എന്താണ്? 5 ജഡ്ജസ് ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആയിരുന്നോ? നമുക്ക് നോക്കാം. ഇനി ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബി എന്താ പറയുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് അപ്ഹോൾസ് ദ 10% ഓഫ് EWS റിസർവേഷൻ വിത്ത് 3-2 മെജോറിറ്റി. സോ 10% റിസർവേഷൻ ആണ് EWSനാണ് എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ പഠിച്ചത്. അതിന് 5 ജഡ്ജസ് ഉണ്ടായിരുന്നു എന്നുള്ളതും അതിൻ്റെ മെജോറിറ്റി 3-2 ആണെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ട് പോകാറില്ല നോർമലി, അല്ലേ? അടുത്തത് എന്താണ്? ഓപ്ഷൻ സി. ആസ് പെർ ദ സുപ്രീം കോർട്ട് judgment, the 103rd constitutional amendment is valid although it is violating the basic structure of the Indian constitution. ഇത് ലോജിക്കലി കറക്റ്റ് അല്ല. കാരണം എന്താണ്? ഇഫ് ഇറ്റ് വയലേറ്റ്സ് ദി
ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഇസ് നോട്ട് അപ്ഹെൽഡ്, അത് വാലിഡ് അല്ല, അത് വാലിഡായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. സോ എന്ത് മാറ്റം കൊണ്ടുവന്നാലും അത് ബേസിക് സ്ട്രക്ചറിനെ ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ സി നമുക്ക് ലോജിക്ക് വെച്ച് നോക്കിയാൽ ഓപ്ഷൻ സി കറക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ സി കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ ഏതാ വരുന്നത്? ഉണ്ട്, നമുക്ക് ആൻസർ ഉണ്ട്. 1A and B ഓൺലി എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. സോ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും A and B ആണ് ആൻസർ. കാരണം സി ഇല്ലാത്ത ഒരേ ഒരു ഓപ്ഷൻ വരുന്നത് A and B ആണ്. ഇൻഫാക്ട് അത് തന്നെയാണ് അതിൻ്റെ ആൻസറും, A and B. അങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം. കാരണം 103rd അമെൻമെൻറ്റ് ആക്ടിൽ 10% റിസർവേഷൻ മാത്രം പഠിച്ച ഒരാൾ, എന്നാൽ നമുക്ക് ഈ സുപ്രീം കോർട്ടിൻ്റെ, അതായത് പൊളിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയുന്ന ഒരാൾക്ക് ഈ ഉത്തരം ഇങ്ങനെ എത്താവുന്നതാണ്. നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നില്ല. യു ക്യാൻ മേക്ക് സം ഇൻ്റലിജൻറ്റ് ഗെസ്. ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ഗെസ് ചെയ്യാനും പറ്റും. സോ ഇത് ശരിയാണ് കേട്ടോ. കൺസിസ്റ്റഡ് ഓഫ് 5 ജഡ്ജസ്. 5 ജഡ്ജസ് വന്നതുകൊണ്ടാണ് മെജോറിറ്റി ഇങ്ങനെയാണ് വരുന്നത്. 3-2 മെജോറിറ്റി ആയിരുന്നു വന്നത്. ആൻഡ് 10% റിസർവേഷൻ, EWS റിസർവേഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ. നമുക്കിനി 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് മെൻഷൻസ് അബൌട്ട് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ? അല്ലേ, കൂട്ടത്തിൽ ഒരു എളുപ്പമുള്ളൊരു ചോദ്യം കിട്ടി. എന്താണ്? ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 40 ആൻഡ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 44 കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദി ആൻസർ. വേറെ ഒന്നും വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തത് എന്താണ് പറയുന്നത്? ഇൻ ഇന്ത്യ ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ഓഫ് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്? രണ്ടുപേരുടെയും വരുന്നുണ്ട്. യൂണിയനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആരാ ഓഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഓപ്ഷൻസ് നോക്കാം. അഥവാ ഉത്തരം അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, പുള്ളിക്ക് ഇവിടെ ഒരു കാര്യമില്ല. ദെൻ അഡ്വക്കേറ്റ് ജനറൽ ഇല്ല. UPSCക്ക് അതല്ല അതിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഉത്തരം കണ്ടുപിടിക്കാം. ഓപ്ഷൻസും നമുക്ക് ഉത്തരം പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. 11th ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 148 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓഫ് ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. ഏത് ആൻസർ വരുന്നത്? ആർട്ടിക്കിൾ 148 നമ്മൾ നേരത്തെ കണ്ട ആളുടേതാണ്. എന്താ അത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ആർട്ടിക്കിൾ 148. Next, how many types of writs can be issued under Article 32 and 226 of the Constitution of India? So, writ, ഇത് സുപ്രീം കോർട്ടിൻ്റെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ വരും. ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നത് ഹൈക്കോർട്ടിൻ്റെ റിറ്റ് ജൂറിസ്ഡിക്ഷൻ വരും. എത്ര ടൈപ്പ് ഓഫ് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാം? ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ ആൻസർ വരുന്നത്? 5 തരത്തിലുള്ള റിറ്റ്സ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, പിന്നെ ഏതാണ്? മാൻഡമസ്, ദെൻ certiorari, then prohibition, and finally quo warranto. സോ ഇതാണ് നമ്മുടെ 5 ടൈപ്പ് ഓഫ് റിറ്റ്സ് എന്നുള്ളത്. സോ പഠിച്ചു വെക്കുക. റിറ്റ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് 13th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണത്? ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിൽസ് കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ? ഓപ്ഷൻസ് ബോത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആൻഡ് ഓർഡിനറി ബിൽസ്. രണ്ടാമത്തത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ, മൂന്നാമത്തത് ദ മണി ബിൽ, ദ ഓർഡിനറി ബിൽ. ഏതാണ് ആൻസർ വരുന്നത്? അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? കനോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ, അപ്പർ ഹൗസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ബില്ല് ഏതാണെന്നുള്ളത്. ആൻസർ എന്താ വരുന്നത്? മണി ബില്ലാണ്. ബാക്കി എല്ലാ ബില്ലുകളും നമുക്ക് ഈതർ ഹൗസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മണി ബിൽ അതേസമയം നമുക്ക് ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രാജ്യസഭയിൽ കൊടുക്കാം, പക്ഷേ രാജ്യസഭ അത് 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരുവും വേണം. ആൻഡ് അവരുടെ റെക്കമെൻഡേഷൻസ് ആർ നോൺ ബൈൻഡിങ്. അത് ലോക്സഭ ഒക്കെ ബൈൻഡിങ് അല്ല. സോ അങ്ങനെയാണ് അത് മണി ബില്ലിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് മണി ബില്ലാണ്. സോ മണി ബില്ല് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റു ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. 14th ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവേഴ്സ് എ ഹൈക്കോർട്ട് ടു ഇഷ്യൂ എ റിറ്റ്? ഇത് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ഏത് ആർട്ടിക്കിളാണ് ഹൈക്കോർട്ടിന് റിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്? ആർട്ടിക്കിൾ 132, ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 143 ആൻഡ് ആർട്ടിക്കിൾ 32. സോ നമ്മൾ നേരത്തെ പഠിച്ചത് കാരണം തന്നെ ആർട്ടിക്കിൾ 226 ആണെന്ന് അറിയാം. സോ ആർട്ടിക്കിൾ 226 ആണ്. മറ്റുള്ളത് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലേലും ശരി, ജസ്റ്റ് 226 അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ്, ആൻഡ് ദിസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ, ഒരു കോമൺ ക്വസ്റ്റ്യനുമാണ്. ഇനി ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ നമ്പർ 15 നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താ പറയുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ദി ഐഡിയ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്? വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് പാർട്ടിലാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഭാഗത്താണ് വെൽഫെയർ സ്റ്റേറ്റ് പറയുന്നത്? നമുക്കറിയാം, ഓപ്ഷൻസ് വായിക്കാതെ തന്നെ അറിയാം ഏത് ഭാഗമാണ്. 4 ഓപ്ഷൻസ് വായിക്കാം അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് പ്രിയാമ്പിൾ. ഓക്കെ, സോ ഏത് പാർട്ടിലാണ് വരുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി,
DPSPയിലാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 നമുക്ക് നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ലേസ് ഡൗൺ ദാറ്റ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു യൂസ് എനി റെസ്റ്റോറൻറ്റ്, റോഡ് ഓർ പബ്ലിക് പ്ലേസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? റെസ്റ്റോറൻറ്റ്, റോഡും പബ്ലിക് പ്ലേസും യൂസ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ സിറ്റിസൺ ഉണ്ട്, അവകാശമുണ്ട് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ആർട്ടിക്കിൾ നമുക്കറിയാം. 17, ആർട്ടിക്കിൾ 17 ക്ലോസ് 1, ആർട്ടിക്കിൾ 15(2), ദെൻ 14 ക്ലോസ് 2, അതേപോലെ ആർട്ടിക്കിൾ 16(1) എന്നുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ഇത് നാലും പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ ആർട്ടിക്കിൾ 17(1) എന്ന് പറയുന്ന ഒരു ക്ലോസ് ഒന്നുമില്ല. ആർട്ടിക്കിൾ 17 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 14(2) എന്ന് പറയുന്ന ക്ലോസ് ഒന്നുമില്ല. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് പറയുന്നത്. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 16(1) അങ്ങനെ ഒരു കേസ് ഉണ്ട്. ആർട്ടിക്കിൾ 16(1) എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ്, ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഇൻ സ്റ്റേറ്റ് സർവീസ് എന്നുള്ളതാണ് 16(1) പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 15 ക്ലോസ് 2 ആണ്. അപ്പം ആർട്ടിക്കിൾ 15 ക്ലോസ് 2 തന്നെ എയും ബിയും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: every citizen has the right to use any restaurant, road, public place, tanks, bathing guards ഒക്കെ യൂസ് ചെയ്യാനുള്ള അവകാശം എല്ലാ സിറ്റിസൺസിനും ഉണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15 ക്ലോസ് 2. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്, അല്ലേ? നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു, സോ ഈ ആൻസർ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ആണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ആർട്ടിക്കിൾ 15 മാത്രമാണ് പഠിക്കാറ്. ആർട്ടിക്കിൾ 15 ക്ലോസ് 1 എന്താണ്, ക്ലോസ് 2 എന്താണ്, എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകണം എന്നാണ് അർത്ഥം വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട്, അതായത് വളരെ ഇൻറ്റൻസീവായിട്ടും ഡീറ്റെയിൽ ആയിട്ടും തന്നെ നമ്മൾ പൊളിറ്റി അപ്രോച്ച് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ആർട്ടിക്കിൾ 280 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 280 എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ, സോ 148 നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ ആർട്ടിക്കിൾ 280 നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യുക. അടുത്തത് 18th ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഇയർ വാസ് ദി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? സോ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് 1950-ലാണ്. ഇപ്പോൾ ഓപ്ഷൻസ് 1948, 47, 49, 50 എല്ലാ ഓപ്ഷൻസും വളരെ ക്ലോസ് ആണ്. 1950-ലാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി രൂപം കൊണ്ടത്. ആൻഡ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ മെമ്പേഴ്സും നമ്മൾ അറിഞ്ഞു വെക്കുക, 30 മെമ്പേഴ്സാണുള്ളത്. ആൻഡ് ഓൾ ദി 30 മെമ്പേഴ്സ് കം ഫ്രം ലോക്സഭ. ലോക്സഭയിൽ നിന്നാണ് ആ കംപ്ലീറ്റ് 30 മെമ്പേഴ്സും വരുന്നത്. നമുക്ക് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 19 ക്വസ്റ്റ്യൻസ് ആണ് SSC CGL Tier 2ൻ്റെ എല്ലാ സെഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദി റിട്ടയർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? അപ്പം ഇത് പ്രസിഡന്റ് മാറിയത് കൊണ്ടുള്ളൊരു ചോദ്യമായിരിക്കാം ഈ റിട്ടയർഡ് പ്രസിഡന്റ്. പക്ഷേ റിട്ടയർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കും. അതിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് പൊളിറ്റിയിൽ നമ്മൾ സാധാരണയായിട്ട് പഠിക്കുന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് അവർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ? ദി ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വിൽ ഓൾസോ ബി എൻറ്റൈറ്റിൽഡ് ടു എ മന്ത്ലി പെൻഷൻ ഓഫ് 2.5 lakh. ഇപ്പോൾ 2.5 lakhിൻ്റെ മന്ത്ലി പെൻഷൻ കിട്ടും എന്നാണ് പറയുന്നത്. നമുക്കറിയാം പ്രസിഡന്റ് സാലറി എന്ന് പറയുന്നത് 5 lakh ആണ് വരുന്നത്. സോ 5 lakh പെർ മന്ത്. അതിൻ്റെ 50% ആണ് പെൻഷൻ എന്ന് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോജിക്കലി കറക്റ്റ് ആവുന്ന ഒരു 2.5 lakh എന്ന് പറയുന്നത് ഓക്കെയാണ്. സോ ഓപ്ഷൻ എ വരുന്ന ആൻസർ നമുക്ക് എടുക്കാൻ പറ്റും. ഓപ്ഷൻ എ വരുന്ന ആൻസർ പക്ഷേ എന്താണ്? ഓപ്ഷൻ എയും സിയും ഡിയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ബി എടുക്കാൻ പറ്റില്ല. അടുത്തത് എന്താ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കിയിരിക്കണം. He or she is entitled to a secretariat staff comprising a private secretary, a personal assistant, an additional private secretary, 2 peons and office expenses up to 1 lakh per annum. ഇതിൽ ഒരാൾ കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെറാസിറ്റി അഥവാ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ ഓപ്ഷൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ബി ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പറ്റില്ല. ഇതിൽ ഒരാളെ ആഡ് ചെയ്തതാണോ വെറുതെ ചുമ്മാ ആഡ് ചെയ്തതാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഇൻഫാക്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ പറയുന്ന ആൾക്കാർ മുഴുവനുണ്ട്. ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, 2 പ്യൂൺ ആൻഡ് ദെൻ ഓഫീസ് എക്സ്പെൻസസ് അപ് ടു 1 lakh per annum. ഇത്രയും പോസിബിൾ ആണ് റിട്ടയർഡ് പ്രസിഡന്റ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ഇനി അപ്പം എയും ബിയും കറക്റ്റ് ആണ്. ഇതിനടുത്ത് വരുന്നത് ഹി ഓർ ഷീ ഈസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു ദ ഫ്രീ ഹയസ്റ്റ് ക്ലാസ് ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ അക്കമ്പനീഡ് ബൈ 1 person ബൈ റെയിൽ, എയർ ഓർ സ്റ്റീമർ. നമുക്ക് സംശയം വരാം, ഹയസ്റ്റ്
ക്ലാസ് ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ അക്കമ്പനീഡ് ബൈ 1 person ഉണ്ടോ, ഇത് അവർ ആഡ് ചെയ്തതാണോ എന്ന് സംശയം വരാം. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്ഷൻസ് അത്യാവശ്യം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഫാക്ട് ഓൾ ദ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ വരുന്നത് A, B and C ആണ്. 3 ശരിയാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വരാൻ പോകുന്ന SSC എക്സാം എഴുതുന്ന ഒരു ആസ്പിരൻ്റ്, അത് Tier 2 ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഏത് എക്സാം എഴുതുന്ന ഒരാളായിക്കോട്ടെ, എന്തായാലും ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് എത്തി നോക്കിയിട്ട് മാത്രമേ പോകാവൂ. കാരണം ഇതിനകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പൊളിറ്റി നമ്മൾ സാധാരണ ചോദിക്കുന്ന അല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇത് റിവിഷന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ അതേപോലെ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിന് കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്